എന്താണ്, ആരാണ് ധർത്തി ആബ? കാടിന്റെ കനൽ 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദങ്ങളിൽ ഛോട്ടാ നാഗ്പൂർ കുന്നുകളിലെ വന്യമായ പ്രകൃതിയിലേക്ക് ഒരു സൗരോദയം പോലെയായിരുന്നു ആ ജനനം. 1875 നവംബർ 15 ഉലിഹാദുവിലെ ഒരു മുണ്ട കുടുംബത്തിൽ ബിർസ പിറന്നു. പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു ആ ബാല്യം. മുളങ്കാടുകളിൽ പുല്ലാങ്കുഴൽ വായിച്ചു നടന്ന ആ ബാലന്റെ ഉള്ളിൽ പക്ഷേ തന്റെ ജനത അനുഭവിക്കുന്ന അടിച്ചമർത്തലുകളുടെയും അടിമത്തത്തിന്റെയും വലിയൊരു കനൽ നീറുന്നുണ്ടായിരുന്നു. കാടിനെ ദൈവമായി കണ്ടിരുന്ന ആദിവാസികളുടെ മണ്ണിലേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാര മോഹങ്ങൾ കടന്നുകയറിയപ്പോൾ ബിർസ വെറും ഒരു ഗോത്ര യുവാവായിരുന്നില്ല. വനനിയമങ്ങളിലൂടെ തങ്ങളുടെ ജീവിതോപാധി തടഞ്ഞ വെള്ളക്കാർക്കും മണ്ണും പെണ്ണും കവർന്ന ജന്മിമാർക്കുമെതിരെ അദ്ദേഹം ഒരു കൊടുങ്കാറ്റായി വീശി. മുണ്ടകൾക്കിടയിലെ അന്ധവിശ്വാസങ്ങൾ നീക്കി അവരെ ആത്മീയമായി ഉണർത്തിയ ബിർസയെ അവർ ധർത്തി ആബ എന്ന് വിളിച്ചു, ഭൂമിയുടെ പിതാവ്. തുടർന്ന് ചരിത്രം സാക്ഷ്യം വഹിച്ചത് ഉൽ ഗുലാൽ എന്ന മഹാവിപ്ലവത്തിനായിരുന്നു. കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും ബിർസയുടെ ഗൊറില്ല പോരാളികൾ അണിനിരന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നവീന തോക്കുകൾക്ക് മുൻപിൽ തങ്ങളുടെ പരമ്പരാഗത അമ്പും വില്ലും ഏന്തി മുണ്ടകൾ നെഞ്ചു വിരിച്ചു നിന്നു. ടോംബാരി കുന്നുകൾ രക്തം കൊണ്ട് ചുവന്നപ്പോഴും ബിർസയുടെ പോരാട്ട വീരം തളർന്നില്ല. നമ്മുടെ മണ്ണിൽ നമ്മുടെ ഭരണം എന്ന അദ്ദേഹത്തിന്റെ സിംഹഗർജനം കേട്ട് ബ്രിട്ടീഷ് രാജ് പോലും വിറച്ചുപോയി. ബിർസ മുണ്ട എന്ന പേര് വെള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായി മാറി. ഒടുവിൽ 1900 ഒരു ചതിയിലൂടെ അദ്ദേഹം തടവിലാക്കപ്പെട്ടു. റാഞ്ചി ജയിലിന്റെ തണുത്ത ഇരുട്ടറയ്ക്കുള്ളിൽ വെറും 25-ാം വയസ്സിൽ ആ പോരാളി ഇഹലോഹവാസം വെടിഞ്ഞു. കോളറയാണെന്ന് ബ്രിട്ടീഷുകാർ പുറം ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വിപ്ലവകാരിയെ കൊലപ്പെടുത്തിയതാണെന്ന സംശയം ഇന്നും ചരിത്രത്തിൽ ബാക്കി നിൽക്കുന്നു. ബിർസ മരിച്ചുവെന്ന് അധികാരികൾ വിധി എഴുതിയെങ്കിലും ഇന്നും ഛോട്ടാ നാഗ്പൂർ കുന്നുകളിലെ ഓരോ മരവും മണ്ണും അദ്ദേഹത്തിന്റെ പേര് മന്ത്രിക്കുന്നുണ്ട്. ശരീരമില്ലാതായെങ്കിലും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ആശയമായി ഇന്ത്യയുടെ ആത്മാഭിമാനമായി ബിർസ മുണ്ട ഇന്നും നമുക്കിടയിൽ ജ്വലിച്ചു നിൽക്കുന്നു.